കാവേരി വിഷയത്തിലെ പ്രസംഗത്തിനിടെ സ്ത്രീവിരുദ്ധവും ദ്വയാർത്ഥ പരാമർശവും നടത്തിയ ഉദയനിധി സ്റ്റാലിൻ അറസ്റ്റിൽ ടിവികെയുടെയും ബിജെപിയുടെയും പരാതിയിൽ തഞ്ചാവൂർ പോലീസ് കേസെടുത്തുന്നു. ഉദയനിധിയുടെ വീടിന് മുന്നിൽ സംഘർഷാവസ്ഥയുണ്ടായി. ഇന്നലെ കാവേരി നദീജല തർക്കത്തിൽ DMK നടത്തിയ പരിപാടിയിലായിരുന്നു ഉദയനിധിയുടെ വിവാദ പരാമർശം. ஆனா இதை பத்தி இருக்கக்கூடிய முதலமைச்சர் வாயை திறந்து பேசுறாரா? பேச மாட்டேங்கிறார். அவருக்கு இருக்கக்கூடிய ஒரே கவலை என்ன? திமுக மேல என்ன பொய் வழக்கு போடலாம், என்ன பொய் கேஸ் போடலாம். எங்க தண்ணி வருதோ இல்ல அங்க தண்ணி வரணும். காவிரி சொன்ன ഏത് പ്രത്യാഘാതവും നേരിടാൻ തയ്യാറാണെന്ന് പോലീസ് വാഹനത്തിലിരിക്കെ ഉദയനിധി സ്റ്റാലിൻ ന്യൂസ് 18 പറഞ്ഞു. വി വിനോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനോദ്, വിവാദ പരാമർശത്തിൽ ഇപ്പോഴും സ്റ്റാലിൻ ഉറച്ചു നിൽക്കുകയാണോ? എന്ത് പ്രത്യാഘാതവും നേരിടാൻ തയ്യാറാണെന്നാണ് വിശദീകരിക്കുന്നത്. അതിന് യാതൊരു ഖേദപ്രകടനവും നടത്തിയിട്ടില്ല. സംഭവത്തിൽ എന്തായാലും നടപടി ഉണ്ടായിരിക്കുന്നു. ഉദയനിധി സ്റ്റാലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. മറ്റു വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഒരു സംഘർഷാവസ്ഥ അവിടെ നിലനിൽക്കുന്നുണ്ടോ? ടോം, തീർച്ചയായിട്ടും ഈ കാവേരി നദീജല തർക്കവുമായി ബന്ധപ്പെട്ട് കർണാടകയും തമിഴ്നാടുമായി കാലങ്ങളായി നിൽക്കുന്ന ഈ വാദപ്രതിവാദങ്ങൾ, കോടതി നടപടികൾ ഇതെല്ലാം ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാമർശം, പക്ഷേ തൃശയുമായി ചേർത്താണ് അങ്ങനെ ഒരു പരാമർശം ഉണ്ടായതെന്ന പരാതി TVKയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഉദയനിധി സ്റ്റാലിൻ പ്രസംഗിക്കുമ്പോഴാണ് ആ വേദിക്ക് മുന്നിലുണ്ടായിരുന്ന DMKയുടെ പ്രവർത്തകർ തൃശയുടെ പേര് ആർത്തു വിളിക്കുകയും അങ്ങനെ ഉദയനിധി സ്റ്റാലിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അനുചിതമായ പരാമർശം ഉണ്ടാവുകയും ചെയ്യുന്നത്. തീർത്തും അശ്ലീല പരാമർശം എന്ന തരത്തിൽ വലിയ തോതിൽ വിമർശനം ഉയർന്നുവെന്ന് തുടർന്ന് TVK പ്രവർത്തകർ പരാതി നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഉദയനിധി സ്റ്റാലിനെ വീട്ടിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. നേരത്തെ അറസ്റ്റിന് തടസ്സമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കോടതിയിൽ ഈ കേസ് പരിഗണനയ്ക്കെടുത്തപ്പോൾ പ്രോസിക്യൂഷൻ വാദിച്ചത് മുൻകൂർ ജാമ്യാപേക്ഷ അറസ്റ്റിന് തടസ്സമല്ല, അതുകൊണ്ട് തന്നെ അറസ്റ്റ് നടപടികളിലേക്ക് പോകുന്നതിന് നിയമപരമായി മറ്റ് ബുദ്ധിമുട്ടില്ല എന്ന കാര്യമാണ്. എന്നാൽ ഉദയനിധി സ്റ്റാലിൻ്റെ അഭിഭാഷകൻ വ്യക്തമാക്കിയത് വിജയുടെയോ തൃശയുടെയോ പേരെടുത്ത് പറഞ്ഞ് അങ്ങനെ ഒരു ആക്ഷേപ പരാമർശം നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രസംഗത്തിൻ്റെ ഭാഗമായി നടത്തിയ ചില വന്ന വാക്കുകളാണ്. അതിന്മേൽ ഇങ്ങനെ ഒരു കടുത്ത നടപടിയിലേക്ക് പോകേണ്ട കാര്യമില്ല എന്ന് ഇപ്പോൾ ഉദയനിധിയുടെ അഭിഭാഷകൻ വിശദീകരിക്കുകയും ചെയ്തു. ഇതിൽ കോടതി അല്പസമയത്തിനുള്ളിൽ അന്തിമമായ വിധി പറയും. ഏതായിരുന്നാലും അറസ്റ്റ് എന്ന നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ്. ഇത് TVK അധികാരത്തിലെത്തിയത് മുതൽ DMKയുമായുള്ള തർക്കമുണ്ട്. ആദ്യം സ്റ്റാലിനെയും ഉദയനിധിയെയും നേരിട്ട് തന്നെ ആക്രമിക്കുന്ന തരത്തിലായിരുന്നു വിജയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തെ പ്രസംഗങ്ങളെല്ലാം. കരൂരിൽ ഈ ആൾക്കൂട്ട ദുരന്തമുണ്ടായപ്പോൾ വിജയെ അതിൻ്റെ കുറ്റസ്ഥാനത്ത് കൊണ്ടുവന്ന് രാഷ്ട്രീയമായി നേരിടാനാണ് DMKയുടെ ഭാഗത്തു നിന്നൊരു ശ്രമമുണ്ടായത്. എന്നാൽ കൃത്യമായ പോലീസ് സംവിധാനം പോലും ഒരുക്കാതെ അങ്ങനെ ഒരു അപകടം സൃഷ്ടിക്കുകയായിരുന്നു. ജനങ്ങളെ കൊലയ്ക്ക് കൊടുത്തത് അന്നത്തെ DMK സർക്കാരായിരുന്നു എന്ന ആക്ഷേപം വിജയ് ഉയർത്തുകയും ചെയ്തു. തുടർന്ന് അങ്ങോട്ട് എല്ലാ വേദികളിലും ഈ ഇരുകൂട്ടരും തമ്മിലുള്ള വാദപ്രതിവാദങ്ങളായിരുന്നു, നേർക്കുനേർ പോർവിളികളായിരുന്നു. അങ്ങനെയുള്ള ഒരു പ്രചരണ കാലഘട്ടം കഴിഞ്ഞാണ് TVK അധികാരത്തിലെത്തുന്നത്. അതിനുശേഷവും സ്റ്റാലിനെ കുറിച്ച് നല്ല വാക്കുകൾ വിജയ് പറയുമായിരുന്നെങ്കിലും ഉദയനിധിയുമായി സഭയിലടക്കം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമായിരുന്നു. അവിടെയാണ് തൃശയെക്കുറിച്ചുള്ള ഇങ്ങനെ ഒരു പരാമർശം, അത് വലിയ വ്യക്തിപരമായി തന്നെ വിജയ് അത് എടുത്തു എന്ന് വേണം കരുതാൻ. കഴിഞ്ഞ ദിവസത്തെ പരാമർശത്തിൽ ഇന്ന് തന്നെ വീടിനുള്ളിൽ കയറി അറസ്റ്റ് ചെയ്യുന്നൊരു കാര്യം നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇങ്ങനെ ജയലളിത കരുണാനിധിയെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത ഒരു കാലഘട്ടമുണ്ടായിരുന്നു. 2001 അങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടായിരുന്നത്. അന്ന് ചെന്നൈയിൽ പാലങ്ങൾ നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം ഉയരുകയും അതിൻ്റെ പേരിലായിരുന്നു അന്ന് കരുണാനിധിയെ വീട്ടിൽ കയറി ജയലളിതയുടെ പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ 2006 അസംബ്ലി തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അത് DMKയ്ക്ക് വലിയ നേട്ടമുണ്ടാക്കുന്ന ഒരു സംഗതിയായി മാറുകയും ചെയ്തു. ഇവിടെ ഉദയനിധിക്കുണ്ടാകുന്ന രാഷ്ട്രീയ മൈലേജ്, അതിനെക്കുറിച്ചുള്ള ചർച്ചകളും ഒരു വശത്ത് ഉയരുകയാണ്. ഏതെങ്കിലും ഒരു അഴിമതി കാര്യത്തിൻ്റെ പേരിലല്ല ഉദയനിധിയുടെ അറസ്റ്റ് നടന്നിരിക്കുന്നത്, മറിച്ച് കാവേരി നദീജല പ്രശ്നത്തിലാണ്. തമിഴ്നാടിന് അർഹമായ ജലം കിട്ടുന്നതിന് വേണ്ടിയുള്ള നടപടികൾ TVKയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്നതാണ് പ്രധാനമായും DMKയുടെ ആരോപണം. അങ്ങനെ ഒരു വലിയ ജനസമൂഹത്തിൻ്റെ ആവശ്യം ഉയർത്തിക്കാട്ടി അറസ്റ്റിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും അത് ഉദയനിധിക്ക് വലിയ തോതിലുള്ള രാഷ്ട്രീയ മൈലേജ് ഉണ്ടാക്കും, അങ്ങനെ ഒരു നേട്ടം ഉണ്ടാക്കുമെന്ന വിലയിരുത്തലുകളും ജനവികാരം ഉണർത്താൻ DMKയ്ക്ക് കഴിയുന്നുണ്ടോ? പ്രത്യേകിച്ചും ഉദയനിധി സ്റ്റാലിനെ അറസ്റ്റ് ചെയ്തതോടുകൂടി ഇത് തമിഴ്നാട്ടില്
ഏത് രീതിയിലാണ് ഇത് രാഷ്ട്രീയപരമായി വിഷയം ചർച്ചയാകുന്നത് വിനോദ്? ടോം, ഇന്ന് വസതിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ DMK പ്രവർത്തകരുടെ വലിയ കൂട്ടമുണ്ടായിരുന്നു. പോലീസ് വാഹനം തടയുന്ന നിലയിലേക്ക് പോയി. വിവിധ ജില്ലകളിൽ പല ഇടങ്ങളിലായി DMK പ്രവർത്തകർ തെരുവിലിറങ്ങുന്ന സാഹചര്യമുണ്ട്, വഴി തടയുന്ന സാഹചര്യമുണ്ട്, വാഹനങ്ങൾ തടയുന്നതടക്കമുള്ള സമരപരിപാടികളിലേക്ക് പല സ്ഥലങ്ങളിലേക്കും പോകുന്നുണ്ട്. DMK തിരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നെങ്കിൽ പോലും ഇപ്പോൾ ഒരു ഉയർത്തെഴുന്നേൽപ്പിനുള്ള, അല്ലെങ്കിൽ ഈ വിജയ് സർക്കാരിൻ്റെ തുടക്ക സമയത്ത് തന്നെ അവർക്ക് തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യമായി ഈ അറസ്റ്റ് മാറുന്നു എന്നതാണ്. ഏതെങ്കിലും ഒരു അഴിമതി കേസിലോ അല്ലെങ്കിൽ വ്യക്തിപരമായുള്ള എന്തെങ്കിലും പ്രശ്നത്തിൻ്റെ പേരിലോ അല്ല ഈ അറസ്റ്റ് എന്നതാണ്. തമിഴ്നാട് ജനതയെ ബാധിക്കുന്ന ഒരു വിഷയം, കാവേരി വിഷയം എന്ന ഒരു വലിയ തുറപ്പുചീട്ട് തന്നെയാണ് ഇപ്പോൾ DMKയുടെ പക്കലുള്ളത്. അതിൻ്റെ ഒരു വിഷയത്തിലേക്ക് പോകുമ്പോൾ, അങ്ങനെ ഒരു പരാമർശം നടത്തുമ്പോൾ അതിൻ്റെ പേരിൽ വ്യക്തിവൈരാഗ്യം ഉയർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ അശ്ലീല പദം ആരുടെയെങ്കിലും പേരെടുത്ത് പറയാതെ തന്നെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് അറസ്റ്റിലേക്ക് പോകുമ്പോൾ അത് ഉദയനിധിക്ക് വലിയ മെച്ചമുണ്ടാക്കുമെന്ന വിലയിരുത്തൽ ഒരു വശത്ത് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ജയലളിതയുടെ സമയത്താണ് ഒരു അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. കരുണാനിധിയെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം. അങ്ങനെ മുത്തശ്ശനെ അങ്ങനെ അറസ്റ്റ് ചെയ്തെങ്കിൽ ഇപ്പോൾ ചെറുമകനും അതേ രീതിയിൽ തന്നെ തമിഴ്നാട് പോലീസിൻ്റെ അറസ്റ്റിലേക്ക് വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോകുന്ന നിലയിലേക്കുള്ളൊരു കാഴ്ചയാണ് തമിഴ്നാട്ടിലുള്ളത്. സ്വാഭാവികമായും അത് DMKക്ക് വലിയ മൈലേജ് ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ടോം, വിനോദ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം പുറത്തു വരുന്നത് ഉദയനിധി സ്റ്റാലിനെ റിമാൻഡ് ചെയ്യേണ്ടതില്ല, സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാമെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഇത്തരം രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ കൂടി ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണോ സർക്കാർ ഈ വിഷയത്തിൽ ഒരു കടുത്ത നടപടി വേണ്ട, അല്ലെങ്കിൽ ഉദയനിധി സ്റ്റാലിനെ റിമാൻഡ് ചെയ്ത് ഈ വിഷയം കൂടുതൽ രാഷ്ട്രീയ നേട്ടം, DMKക്ക് കൂടുതൽ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇത്തരമൊരു നിലപാട് കോടതിയിൽ സ്വീകരിച്ചിരിക്കുന്നത്? ടോം, ഇത് സർക്കാരിനുണ്ടാക്കുന്ന ക്ഷീണം ചെറുതല്ല. ഇപ്പോൾ ഇനി ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയാലും ഇത് ഉണ്ടാക്കുന്ന ഒരു ക്ഷീണം ചെറുതല്ല. കാരണം എന്തിന് ഈ തിടുക്കപ്പെട്ട് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് പോയി എന്നൊരു ചോദ്യം വരും. വിജയുടെ പേരോ തൃഷയുടെ പേരോ ഉദയനിധി പരാമർശിച്ചിട്ടില്ല. പ്രസംഗത്തിലെ ഒരു ഭാഗം അത് തൃഷയെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. പുറത്തുനിന്ന് ആളുകൾ തൃഷയുടെ പേര് വിളിച്ചു പറയുമ്പോൾ ഒരു പരാമർശം നടത്തുന്നത് എങ്ങനെ ഉദയനിധിയുടെ ആക്ഷേപമായി മാറും, അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാമർശമായി മാറുമെന്ന നിയമപ്രശ്നമുണ്ട്. ആ ഒരു ചോദ്യമുണ്ട്. അവിടെ കൃത്യമായ നിയമ നടപടികൾ പാലിക്കാതെയാണ് ഈ അറസ്റ്റിലേക്ക് പോയത്. വീട്ടിൽ കയറി ഒരാളെ പിടികൂടുക എന്ന നിലയിലേക്ക് തിടുക്കപ്പെട്ടുള്ള നടപടിയായി എന്നത് വളരെ കൃത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ജാമ്യം എന്നുള്ള കാര്യത്തിലേക്ക് ഇപ്പോൾ ഈ അതിൻ്റെ ഒരു പ്രക്രിയ എത്തുന്നതും. ഏതായിരുന്നാലും ഉദയനിധിയെ സംബന്ധിച്ച് അടുത്ത ദിവസം സഭ ചേരുമ്പോൾ തീർച്ചയായും ഉയർത്തിക്കാട്ടാൻ ഒരു വിഷയമായിരിക്കുന്നു. കാരണം ഉദയനിധിയുടെ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞത് DMKക്കെതിരെ കള്ളം പ്രചരിപ്പിക്കുക, അതോടൊപ്പം തന്നെ തനിക്കെതിരെ കള്ളക്കഥകൾ മെനയുക, ഇങ്ങനെയുള്ള കാര്യമാണ് TVK ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഒരു മറുപടി കൊടുക്കുക എന്നതാണ്. പ്രത്യേകിച്ച് കർണാടക സർക്കാരുമായി DK ശിവകുമാറുമായി ചർച്ച നടത്താൻ വേണ്ടി വിജയ് ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ DK ശിവകുമാർ അതിന് തയ്യാറായില്ല. കാരണം ഇപ്പോൾ ഏതെങ്കിലും ഒരു ചർച്ച നടത്തുകയും അത് കർണാടകയ്ക്ക് അനുകൂലമല്ലാത്ത തരത്തിൽ മാറിയാൽ അവിടെ ഉണ്ടാകുന്ന രാഷ്ട്രീയ പ്രത്യാഘാതം അതും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകും. അതുകൊണ്ട് തന്നെയാണ് DK ശിവകുമാർ അതിന് തയ്യാറാകാത്തത്. മാത്രമല്ല, ഈ വിജയുടെ ഏറ്റവും പുതിയ ചിത്രം ജനനായകൻ്റെ പ്രദർശനം കർണാടകയിലെ തിയേറ്ററുകളിൽ അവസാനിപ്പിക്കുകയും ചെയ്തു. കാരണം അങ്ങനെ ഒരു പ്രദർശനം നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അവിടെ ആളുകൾ അക്രമത്തിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കാവേരി നദീജലം എന്നത് എല്ലാ കാലത്തും തമിഴ്നാടും കർണാടകയും തമ്മിൽ വലിയ തർക്കമുണ്ടാക്കുന്ന കാര്യമാണ്. വലിയ തോതിൽ വാഹനങ്ങളും ഒക്കെ തന്നെ കത്തിച്ചുള്ള ബന്ധുക്കൾക്കൊക്കെ രാജ്യം സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഒരു തർക്കം നിലനിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പരാമർശമുണ്ടായത്. അവിടെ വിജയ് അത് വ്യക്തിപരമായി എടുക്കുകയും ഇങ്ങനെ ഒരു അറസ്റ്റിലേക്ക് തിടുക്കപ്പെട്ട് പോവുകയും ചെയ്തു എന്ന വിലയിരുത്തൽ തന്നെയാണ്. ഏതായിരുന്നാലും തകർന്നടിഞ്ഞ DMKക്ക് വീണ് കിട്ടിയ ഒരു അവസരമായി ഇത് മാറി എന്നതാണ് ഇതിൻ്റെ ആകെത്തുക. ടോം, വ്യക്തമാണ്. വിനോദാണ് വിവരങ്ങൾ നൽകിയത്. കാവേരി വിഷയത്തിലെ പ്രസംഗത്തിനിടെ സ്ത്രീവിരുദ്ധവും ദ്വയാർത്ഥ പരാമർശവും നടത്തിയെന്ന പരാതിയിലാണ്, കേസിലാണ് ഉദയനിധി സ്റ്റാലിനെ അറസ്റ്റ് ചെയ്തത്. എന്നാൽ സർക്കാർ ഇപ്പോൾ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് റിമാൻഡ് ചെയ്യേണ്ടതില്ല, സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാമെന്നാണ്. കാരണം ഇത് വലിയ രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കിയേക്കാം. മാത്രമല്ല DMK ഇത് വലിയ രാഷ്ട്രീയ നേട്ടമാക്കാനോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയപരമായി ഇതിനെ ഒരു വലിയ പ്രചരണ ആയുധമാക്കാനുള്ള സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊരു നിലപാടുണ്ടായിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.